ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയിട്ട് ചന്ദ്ര പോയ ഉടനെ തന്നെ രവിക്ക് ഭയങ്കര സങ്കടമാട്ടോ. കാരണം രേവതിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കി തന്നെ ചെയ്യേണ്ടത് ചന്ദ്രയായിരുന്നു. ആ ചന്ദ്രയാണ് തീർത്ഥയാത്ര എന്ന പേരിൽ ഭാമയുടെ കൂടെ പുറത്തേക്കായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ രവി സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എന്നും സച്ചി തനിയല്ലേ ഉള്ളൂ, എനിക്കറിയാം തൻ്റെ ഭാര്യയെ നോക്കുവാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവിനെ സമാധാനിപ്പിച്ച് നിർത്തുന്നുണ്ട്. അതിന് ശേഷം സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്ന നേരത്ത് രേവതി പറയാണ്, ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല അമ്മ, അമ്മയ്ക്ക് നമ്മളോട് നല്ല സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എടി മണ്ടി, നീ ഇത്രയും നല്ല മനസ്സോടുകൂടി ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. അമ്മയെക്കുറിച്ച് നിനക്ക് അറിയാമല്ലോ, ഒരിക്കലും അമ്മ നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല എന്നെങ്കിലും നിനക്ക് ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം രേവതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല സച്ചേട്ടാ, അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്, ഈ എൻ്റെ ഒരു വീഴ്ച ഇതിന് നിമിത്തമായി എന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ അമ്മയല്ലേ, എൻ്റെ അമ്മ ഞാൻ ചെറുപ്പം മുതൽ കാണാൻ തുടങ്ങിയതല്ലേ രേവതി, ഇത് നീ വീണത് കൊണ്ട് തന്നെ വീട്ടിലെ ജോലികളെല്ലാം തന്നെ നീ അമ്മയുടെ തലയിലാകും. ഇവിടെ മൂത്ത മരുമകളുണ്ട്, പക്ഷെ അവള് ജോലി ചെയ്യുക, അല്ലെങ്കിൽ അവളെ കൊണ്ട് ജോലി ചെയ്യിക്കുവാൻ അവളുടെ ഭർത്താവ് സമ്മതിക്കില്ല. അവർ ഭയങ്കര ബിസിനസ്മാനല്ലേ. പിന്നെ ഉള്ളത് വർഷയാണ്. വർഷയ്ക്ക് ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവളെ അടുക്കളയിൽ കയറ്റാനും സാധിക്കുകയില്ല. ഇനിയിപ്പം ബാക്കിയുള്ളത് ഞാനല്ലേ, ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടുമൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിൻ്റെ എല്ലാം ബുദ്ധിമുട്ടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് ബുദ്ധിമുട്ട്, നിന്നെ നോക്കേണ്ടത് ഞാനല്ലേ, നിന്റെ കെട്ടിയതല്ലേ ഞാൻ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. എന്നിരുന്നാലും രേവതി ആകെ സങ്കടപ്പെട്ടിരിക്കട്ടെ. ആ സമയത്ത് സച്ചി പറയുന്നത്, ഇന്നത്തേക്ക് ടെൻഷൻ അടിക്കാൻ ഒരു കാരണം അവൾ അന്വേഷിച്ചെടുക്കായിരുന്നു, ഇപ്പോൾ ഒരു കാരണം കിട്ടി, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട രേവതി, നിന്റെ കാര്യങ്ങളെല്ലാം നിനക്ക് കൃത്യമായി തന്നെ ഞാൻ ചെയ്തോളാം, നിനക്കിപ്പോൾ ഞാൻ ജ്യൂസ് കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അടുക്കളയിലേക്കായിട്ട് പോവുകയാണ്. അടുക്കളയിൽ ചെന്നതിന് ശേഷം ഒരു നിമിഷം അടുക്കളയിൽ നിൽക്കുന്ന കാരണം തൻ്റെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ചന്ദ്ര തീർത്ഥാടനം എന്ന പേരിൽ പോയതിൽ നമ്മുടെ സച്ചിക്ക് വളരെയധികം സങ്കടമുണ്ട് കേട്ടോ. എന്നിരുന്നാൽ അതൊന്നും പുറത്ത് കാണിക്കാതെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി കൊടുക്കാനൊരുങ്ങുകയാണ് നമ്മുടെ സച്ചി. ആ ഒരു സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. രവി വന്നതിന് ശേഷം പറയുന്നുണ്ട്, എന്തായാലും ചന്ദ്ര കാണിച്ചത് വളരെ മോശമായി പോയി, രേവതി മോളിൽ കിടക്കുന്ന സമയത്ത് അവൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇത് മനഃപൂർവ്വം തന്നെ ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ചെയ്തതാണെന്നൊക്കെ പറയുന്ന സമയത്ത് അതെനിക്ക് പണ്ടേ മനസ്സിലായെന്ന് വെച്ചാൽ അതൊന്നും അച്ഛൻ വലിയ കാര്യമാക്കണം, രേവതിയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി തന്നെ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് വെക്കാൻ. കൂട്ടത്തിൽ തന്നെ സച്ചി മറ്റൊരു കാര്യം കൂടി പറയുന്നത്, രേവതി ആരോ മനഃപൂർവ്വം ആക്സിഡന്റ് പെടുത്താൻ നോക്കിയതാണെന്ന് തോന്നുന്നു, അതാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ വെറുതെ വിടുകയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നീ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടേണ്ട സച്ചി, ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് നീ കൊണ്ടുപോകരുത് എന്നൊക്കെ രവി പറയുന്ന സമയത്ത്, ഞാൻ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നല്ല രേവതിയെ ആരും മനഃപൂർവ്വം ആക്സിഡന്റിൽ പെടുത്തിയതാണെന്ന് അവളും എന്നോട് പറഞ്ഞതെന്ന് അവൾക്കും അങ്ങനെ തോന്നലുണ്ട്, ആരാണ് ഇതിന് പിന്നിലെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടുകയില്ല എന്നൊക്കെ സച്ചി പറയുന്ന നേരത്ത്, നീ ആയിട്ട് നീ ഒന്നിനും ചെല്ലേണ്ടതില്ല, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക, അവർ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിക്കോളുമെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, ഇത് തെറ്റായി പോയി എനിക്കിപ്പോൾ തോന്നുകയാണെന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് രവി ചോദിക്കുന്നുണ്ട്. മറ്റൊന്നുമില്ല, അച്ഛനോട് ഞാനിപ്പോൾ ഇത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് സച്ചി പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് രവി ചോദിക്കുന്നത്, നിനക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു തരാൻ പോലും ആരും ഇല്ല അല്ലേ, ഒന്ന് വെള്ളം തിളപ്പിക്കണമെങ്കിൽ പോലും തനിയെ അടുക്കളയിലേക്ക് കയറണമല്ലേ, ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമില്ല, രേവതിക്ക് 2 നേരം കുളി നിർബന്ധമാണ്, ഇതിപ്പോൾ കുളിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ കൈയും കാലുമൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ തുടച്ചു കൊടുക്കാമെന്ന് കരുതി എന്നൊക്കെ സച്ചി പറയാം കേട്ടോ. സച്ചിയുടെ രേവതിയുടെ സ്നേഹം കാണുമ്പോഴത്തേക്കും രവിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രേവതിയുടെ അടുത്തേക്ക് വെള്ളവുമായി ചെന്നതിന് ശേഷം സച്ചി കൈയൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കാണ്ട്. ഇത് കാണുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, ഒരാൾ വീണ് കിടക്കുമ്പോഴാണല്ലോ സച്ചിയുടെ നമുക്ക് അവരുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എൻ്റെ സ്നേഹം കൂടിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ചെറുതായിട്ട് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് രേവതി മറുപടി പറയുകയാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കാലം കൂടെ തല്ലി ഓടിച്ചിട്ട് ഞാൻ നിനക്ക് കൂട്ട് കിടക്കട്ടെ എന്ന് സച്ചി ചോദിക്കുന്ന നേരത്തെ, അതെന്തായാലും ഇപ്പം വേണ്ട സച്ചേന്ദ്രൻ, കാലൊടിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുഖത്തോട് മുഖം നോക്കി കിടക്കുകയോ ഉണ്ടാവുള്ളൂ, അടുക്കള ജോലികളോ ആരും തന്നെ ഒന്നും ചെയ്യാനുള്ള, അച്ഛന് ബുദ്ധിമുട്ടാവും. പിന്നെ സച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് തന്നെ ശ്രുതിയും വർഷയും അടുക്കളയിലൊന്നും കയറാൻ പോകുന്നില്ല, അച്ഛൻ അതൊരു ബുദ്ധിമുട്ടാവുമെന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോഴത്തേക്കും സച്ചി ഇതെല്ലാം ഒരു പുഞ്ചിരോടുകൂടി തന്നെ കേട്ടുകൊണ്ടിരിക്കാണ്ട്. അതിന് ശേഷം ചോദിക്കുന്നുണ്ട്, നീ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇല്ല ഞാൻ അമ്മേനെ വിളിച്ചിരുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ വേഗം വിളിക്കുക എന്ന് സച്ചി പറയുകയാണ്. അങ്ങനെ രേവതി ലക്ഷ്മിനെ വിളിക്കുന്ന നേരത്ത് ദേവുവിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും ഫോൺ ഉണ്ടാവുക. എന്നാൽ ലക്ഷ്മി വന്നതിന് ശേഷമാണ് കോൾ എടുക്കുന്നത്. കോൾ എടുത്തുകൊണ്ട് തന്നെ ഞാൻ രേവതി മോളാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാൽ സ്പീക്കറിൽ ഇടാൻ പറയുന്നുണ്ട്. അതിനുശേഷം വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവ് പറയുന്നുണ്ട്, എന്താ ചേച്ചി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ആവശ്യമൊന്നുമില്ല, പക്ഷേ മറ്റൊരു വിശേഷം പറയാനാണ് ഞാൻ വിളിച്ചത്, നിങ്ങൾ ആദ്യം പിടിക്കുമൊന്നും വേണ്ട എന്ന് രേവതി പറയുന്നുണ്ട്. അതിനുശേഷം തനിക്കൊരു ആക്സിഡന്റ് പറ്റിയെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ദേവും ലക്ഷ്മിക്കും അത് ഭയങ്കര ഷോക്കാവട്ടെ. അപ്പം തന്നെ അവർ ചെല്ലാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എനിക്ക് യാതൊരു കുഴപ്പമില്ല, സച്ചേട്ടൻ എന്നെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലക്ഷ്മിക്ക് സമാധാനമാവട്ടെ. അതിന്
അതിനുശേഷം രേവതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് പേടിയില്ലാത്തന്നെ നാളെ എന്നെ കാണാൻ വരാം. ഇവിടെ അമ്മയില്ല, അമ്മ തീർത്ഥാടനത്തിനെന്ന് പറഞ്ഞു പോയിരിക്കുകയാണ്, എന്നെ നോക്കാനാവാതെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയതാണെന്നാണ് എനിക്ക് സച്ചേട്ടൻ പറയുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നിന്നെ നോക്കാൻ വേറെ ആരും വേണ്ട, ഞാൻ വന്ന് നോക്കിക്കോളാം എന്ന് ലക്ഷ്മി മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, വേണ്ട അമ്മ തിരക്ക് പിടിച്ചൊന്നും വരുമൊന്നും വേണ്ട, എൻ്റെ എല്ലാ കാര്യങ്ങളും സച്ചേട്ടൻ നല്ല രീതിക്ക് തന്നെ നോക്കുന്നുണ്ട്, സച്ചേട്ടൻ ഇവിടെ മത്സരിച്ചാണ് എന്നെ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയാതെ കേൾക്കുമ്പോഴത്തേക്കും ലക്ഷ്മിക്കും ദേവുവിനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കിടക്കുന്ന സമയത്ത് കൊതുകുകടിയും ചൂടും കാരണം നമ്മുടെ ശ്രുതിക്ക് ഉറക്കം വരുന്നില്ല കേട്ടോ. എന്നിരുന്നാലും രേവതിക്ക് ആക്സിഡന്റ് പറ്റിയുള്ള സന്തോഷമാണ് രണ്ടുപേർക്കും ഉള്ളത്. അതേ രീതിയിൽ തന്നെ ഇരുവരും സംസാരിക്കട്ടെ. അതായത് ഉത്സവം വന്നാലും പെരുന്നാൾ വന്നാലും ചെണ്ടയ്ക്ക് സ്വസ്ഥതയില്ല എന്ന രീതിക്ക് രേവതിക്ക് ആക്സിഡന്റ് പറ്റിയാലും അവൾ നന്നായി ജീവിച്ചാലും നമുക്ക് സമാധാനമില്ല. രേവതിക്ക് ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോഴോ നമ്മുടെ റൂമിൽ രേവതി നല്ല രീതിയിൽ ജോലി ചെയ്ത് നടക്കുമ്പോഴോ നമുക്ക് തിരിച്ചടിയായ രീതിക്കാണ് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളെക്കാൾ നല്ല രീതിയിൽ തന്നെ അവൾ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന രീതിക്കാണ് ഇവർ സംസാരിക്കുന്നത്. ആ ഒരു സമയത്ത് ശ്രുതിയും ഇത് തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, നമുക്കിവിടെ 6 ആഴ്ച റെസ്റ്റ് എന്നത് 6 മാസമായി മാറിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും, അത് വേണ്ട, 6 മാസം നമ്മൾ ഈ കൊതുകടിയും കൊണ്ട് ഇവിടെ കിടക്കേണ്ടി വരില്ലേ ശ്രുതി എന്ന് നമ്മുടെ ശ്രുതി പറയുന്ന നേരത്തു അത് ശരിയാണ്, അതേക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല, എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ചീത്ത പ്രാർത്ഥിച്ചാലും ഇത് തന്നെയാണല്ലോ ഗതികേട് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും, എന്നൊരു കാര്യം ചെയ്യാം, അവരുടെ അസുഖം വേഗം മാറാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ശ്രുതി പറയുകയാണ്. ഈ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അത് വേണ്ട, അവൾ നരയിക്കുന്നത് എനിക്ക് കാണണം, അവൾ വേദനിക്കുന്നത് കാണാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും കൂടി ഇങ്ങനെ രേവതിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ കിടക്കാണ് കേട്ടോ. ഇതേ സമയം തന്നെ പാതിരാത്രി ആവുന്ന നേരത്തെ രേവതിക്ക് കാലിന് വേദന എടുത്തിട്ട് കരയുന്നത് കേട്ടുകൊണ്ട് തന്നെ സച്ചി കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വന്നതിന് ശേഷം, എന്ത് പറ്റി രേവതി എന്ന് തിരക്കുന്നുണ്ട്, സച്ചിയുടെ കാലിന് നല്ല വേദനയുണ്ട്, ഞാൻ പതുക്കെ എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ വേദന കൂടി എന്ന് പറയുമ്പം, ഞാൻ അടുത്ത് കിടപ്പുണ്ടായിരുന്നില്ല, പിന്നെ നീ എന്തിനാ തന്നെ എഴുന്നേക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, സച്ചേട്ടന് ക്ഷീണമൊക്കെയല്ല, രാവിലത്തെ പണിയും അതുപോലെ തന്നെ പുറത്തുപോയുള്ള ഓട്ടോ ഒക്കെ കൂടി സച്ചേട്ടൻ ആകെ ക്ഷീണിതനാണ്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചെഴുന്നേൽപ്പിക്കാതിരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും, നിന്നോട് ഞാൻ പറഞ്ഞില്ല അതേക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്ന്, ഞാനാണ് നിന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോട് കൂടി ചെയ്യുന്നത്, എന്തായാലും ഞാൻ പെയിൻ കില്ലർ കൊണ്ടുതരാം, നീ ഇത് കഴിക്കുകയെന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കായിട്ട് മരുന്ന് കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം സച്ചി രേവതിയോട് പറയുന്നത്, നീ കടന്നുറങ്ങിക്കും, നിനക്ക് വേണ്ടി നല്ലൊരു ചികിത്സ ഞാൻ ചെയ്തു തരാമെന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കാലിൻ ചുവട്ടിൽ വന്നിരുന്നതിന് ശേഷം ഒടിഞ്ഞ കാലിൽ തടവുകയും അതിലേക്ക് മൃദുവായി തന്നെ ഊതി കൊടുക്കുകയും ചെയ്യാറുണ്ട്. രേവതി വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ നീ കടന്നുറങ്ങും, ഇതാണ് സച്ചിയുടെ മരുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അതേ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ കിടക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.